നമ്മളെപ്പോഴും പറയും നമ്മളുടെ ലൈഫിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നേരെ പോകുന്നില്ല, ഒക്കെ കൊനഷ്ടാണെന്ന് പറയും അല്ലേ. സോ എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? ഇതിന് രണ്ട് റീസണാണ്: സെൽഫ് അവെയർനെസ് ആൻഡ് സെൽഫ് ലവ്. ഇത് രണ്ടും എപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആണ്. എന്താണ് ഈ സെൽഫ് അവെയർനെസ്? നമുക്ക് നമ്മളെപ്പറ്റിയുള്ള നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ സ്ട്രെങ്ത്, നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് തന്നെ സ്വയം കണ്ടെത്തി നമ്മുടെ ലൈഫിനെയും നമ്മുടെ റിലേഷൻഷിപ്പിനെയും ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നതിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇനി സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്വയം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും വാല്യൂ ചെയ്യും. നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് നമ്മൾ സ്വയം വാല്യൂ ചെയ്യുന്നു നമ്മളെ തന്നെ. സോ നമ്മളോട് തന്നെ കൈൻഡ്നെസ്, അതായത് കൈൻഡ്നെസ്സും കമ്പാഷനും റെസ്പെക്റ്റും നമ്മളുടെ തന്നെ ഒരു വർത്ത് റെക്കഗ്നൈസ് ചെയ്യുകയും എന്താ പറയുന്നത്, സ്നേഹത്തിനെയും സന്തോഷമൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു സ്വന്തമായി തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ലവ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത് രണ്ടും? ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു സെൽഫ് അവെയർനെസ്സും സെൽഫ് ലവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? അതിന് നമ്മൾ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ഇത് നമ്മളെപ്പറ്റിയുള്ള സെൽഫ് അവെയർനെസ്സും സെൽഫ് അക്സെപ്റ്റൻസും കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും. ഇനി ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഫീലിങ്സ്, നമ്മളെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കുക. ഇനി സെൽഫ് കെയർ ഉണ്ട്. എന്താണ്? നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മുടെ സോളിനെയും ഒക്കെ എക്സസൈസ്, ഹെൽത്തി ഈറ്റിംഗ്, അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ്, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുന്നു. ഒരു മസാജിങ് ഒക്കെ പോവുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യുക, ബീച്ചിൽ പോവുക, ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുക, ഇതൊക്കെ അതിൽ പെടും. ഇനിയുള്ള പിന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് അഫർമേഷൻ. എന്താണ്? നമുക്ക് നമ്മളെപ്പറ്റിയുള്ള കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് ലൈക്ക് ഐ ആം ഇനഫ്, ഐ ആം വർത്തി ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്, ഐ ആം ഡിസേർവിങ് ഓഫ് ഹാപ്പിനെസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സെൽഫായിട്ട് നമ്മൾ സെൽഫ് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് സ്വയം കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പറയാം. ഇനി വേറൊരു രീതിയിലുണ്ട് എന്താ പറയുന്നത്, സെൽഫ് അവെയർനെസ്സും സെൽഫ് കെയറും. നമുക്ക് സപ്പോർട്ടീവായ റിലേഷൻഷിപ്പ്, നല്ല ഫ്രണ്ട്സ് ഹു ആർ സപ്പോർട്ട് ആൻഡ് അക്സെപ്റ്റ്, നമ്മളെങ്ങനെയാണോ നമ്മളെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെന്താണോ, നമുക്ക് കുറേ ചീത്ത സ്വഭാവം ഉണ്ടായിരിക്കും, നമുക്ക് കുറേ ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാവും, അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് സെൽഫ് അവെയർനെസ്സും സെൽഫ് ലവും പ്രാക്ടീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ, ജേർണലിങ്, സെൽഫ് കെയർ, അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷനും ഗുഡ് ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും.